ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ റോക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പ്രൊമോയിലൊക്കെ കാണിച്ചതുപോലെ തന്നെ ആയിരുന്നു സംഭവം. റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. കാരണം അടിക്ക് നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. കിട്ടലൊരു അടിയാണ് കൊടുത്തത്. ഇതിനെ ഒരു അടി എന്നൊന്നും പറയാൻ പറ്റില്ല. പഞ്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഫേസിലിട്ടൊരു പഞ്ച്, ഓഫ് ഗാർഡിൽ നിൽക്കുന്ന ഒരാളെ ഫേസിൽ പഞ്ച് ചെയ്ത് എങ്ങനെ ഇരിക്കും, ആ ഒരു പഞ്ചിങ്ങാണ് റോക്കി കൊടുത്തത് സിജോയ്ക്കിട്ട്. എന്തായാലും ഒരു 2-2.5 മണിക്കൂർ ഇല്ല, 2 മണിക്കൂറോളം കൺഫെഷൻ റൂമിലായിരുന്നു റോക്കി. അതിനുശേഷമാണ് ബിഗ് ബോസ് ആ ഒരു അനൗൺസ്മെൻറ്റ് റോക്കിയോട് പറയുന്നത്. കൺഫെഷൻ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് പൊക്കോളം പറയുന്നു. ഇടത്ത് ഭാഗത്ത് ആ ഒരു ഡോറിൽ കൂടെ പുറത്ത് പോകാൻ പറയുന്നു. പിന്നെ ഹൗസിലുള്ള ഹൗസ് മെമ്പേഴ്സിനോടും പറയുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത വീട് പോലെയാണ് ബിഗ് ബോസ് ഹൗസ്. അപ്പം അത് കാര്യമാണ്. നമുക്ക് ഇതിലേക്ക് വരാം, ഇടിയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം എത്ര ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാലും ഒരാൾ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് അടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്ത് ഷോൾഡർ പുഷോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെയ്തതുപോലെ വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യാം, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു പഞ്ചെന്ന് വെച്ചാൽ സിജോ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു അടി അല്ലെങ്കിൽ ഇടി കിട്ടും എന്നുള്ളത്. കാരണം സിജോ യൂഷ്വലി കാണാറുള്ള അവിടെ പ്രൊവോക്ക് ചെയ്യുമ്പം റോക്കി കാണിക്കാറുള്ള പോലെ തന്നെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്നാണെന്ന് വിചാരിച്ചിട്ടാണ് സിജോയെ അവിടെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇടി കിട്ടിക്കഴിഞ്ഞപ്പം സിജോയുടെ എനിക്കൊന്ന് പല്ലിളകി കാണും. കാരണം അമ്മാതിരി ഇടിയാണ് കിട്ടിയത്. കൈ പിടി ഇങ്ങനെ ഇടിപ്പുണ്ടായിരുന്നെങ്കിലും നല്ല ഇടിയാണ് ഇവിടെ കിട്ടിയത്. അതും റോക്കിയുടെ ഫുൾ പവറിലാണ് ഇടിച്ചത്. അതിനുശേഷം റോക്കി കൺഫെഷൻ റൂമിൽ കിടന്ന് ഭയങ്കര കരഞ്ഞ് മെഴുകലൊക്കെ ആയിരുന്നു. അതിലൊന്നും കാര്യമില്ല. അതിപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റൂൾ ഈസ് റൂളാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ റൂള് ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിൽ പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഒന്നും പറയാൻ വേണ്ട, അത് പുറത്താക്കേണ്ടതാണ്. ഇപ്പം റോക്കി നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കളിക്കേണ്ട രീതി തന്നെ കളിക്കണം. അല്ലാതെ ഇങ്ങനെ ദേഷ്യം കാണിച്ച് ഇടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി നല്ല വൈൽഡ് കാർഡ് എൻട്രീസ് വരട്ടെ, നല്ല കളി നന്നായിട്ട് പോട്ടെ. അല്ലാണ്ട് ഇങ്ങനെ ഇന്നിപ്പം ഈ ഒരു ഇടി ഇടിച്ചിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞാൽ അടുത്ത വരുന്ന മത്സരാർത്ഥികൾക്കും ഈ ഒരു കാഴ് പുറത്തിറക്കാൻ പറ്റും. ഇടിച്ചിട്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് മോശമാണ്. സിജോയ്ക്ക് പരാതിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ റൂൾ വയലേഷനാണ്, അതുകൊണ്ട് പുറത്തായിട്ടുണ്ട്. അങ്ങനെ റോക്കിയുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച ആയതല്ലേ ഉള്ളൂ. 3-ാമത്തെ ആഴ്ചയുടെ തുടക്കമാണ്. നിന്നിരുന്നെങ്കിൽ ഒരു 100 ദിവസം നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കിടിലൻ പ്ലെയറൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി, കളിക്കാറിയത്തില്ല. ആങ്കർ ഇഷ്യൂസ്, ദേഷ്യം. പിന്നെ ഇനിയിപ്പം ജാസ്മിനും ഗബ്രിക്കും ഒക്കെ ഉള്ളിലൊരു സന്തോഷം കാണാൻ പുറത്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിലും ഇത് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അന്ന് സമരം നടത്തിയതിൻ്റെ ക്രെഡിറ്റ് സിജോ എടുത്തു എന്ന് പറഞ്ഞ ആ ദിവസം തൊട്ടേ ഒരു ഇതുണ്ട് റോക്കിക്ക്. പിന്നെ ഇത് രാവിലത്തെ അപ്സരയുടെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് റോക്കിയും സിജോ ആയിട്ടൊരു വാക്ക് തർക്കം വരുന്നതും. അതിനിടയ്ക്ക് ഇവർ തമ്മിൽ ഇങ്ങനെ നിന്നിട്ട് സിജോയോട് പറയുന്നുണ്ട്, നീ എൻ്റെ ദേഹത്ത് വെക്കരുത്, കൈ വെച്ചാൽ ഞാൻ ഇടിക്കും എന്നുള്ളത്. അങ്ങനെ സിജോ യൂഷ്വലി വെക്കാറുള്ള പോലെ കൈ ഒന്ന് ദേഹത്തോട്ട് വെച്ചു. റോക്കി ഒരു കീറി കഴിഞ്ഞപ്പോഴാണ് റോക്കിക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കൺട്രോൾ പോയതാണ് റോക്കിയുടെ കയ്യിൽ നിന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റോക്കി പുറത്തായതുകൊണ്ട് ഇനി 15 പേരേ ഉള്ളൂ. 3-ാമത്തെ ആഴ്ചയായപ്പോൾ 15 പേര്. ഇനി ബിഗ് ബോസ് കുറേ പാടുപെടും കേട്ടോ. കാരണം ഇനി വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവരണം. ഇതിനകത്ത് നിൽക്കുന്നതിൽ ഇപ്പം സ്ട്രോങ് പ്ലെയർ എന്ന് പറയാനായിട്ട് സിജോ ഉണ്ട്, അർജുനുണ്ട്. മുടിയനൊന്നും അത്ര ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല. പിന്നെ അതിനകത്ത് ആരുണ്ട്, ശ്രീതു ഇല്ല. ഇത് സിജോ മാത്രം, സിജോയുടെ ഒരു വൺമാൻ പ്ലേ ആയിപ്പോവും. അല്ലാതെ പിന്നെ ഗബ്രിയും ജാസ്മിനെയും നോക്കണ്ട, അത് മൂലയ്ക്ക് ഒതുങ്ങി പോകത്തേ ഉള്ളൂ. ഇനി നല്ലൊരു വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ സിജോയ്ക്കൊരു കോൺഫിഡൻസ് കൂട്ടാനും അതേപോലെ തന്നെ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതെന്താണ് ബിഗ് ബോസ് കാണിക്കുന്നതെന്ന് അറിയില്ല. റോക്കി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഗെയിം നമുക്ക് കാണാമായിരുന്നു. നല്ല മുട്ടി നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു. എന്തായാലും റോക്കി 100 ദിവസത്തേക്ക് ബാക്കപ്പ് ആക്കി വേണ്ടാകുന്നത്. പക്ഷേ കയ്യിൽ നിന്ന് പോയിട്ട് പറയേണ്ട പോലെ കാര്യമുണ്ട്. ഒരു ഇത്രയും വലിയൊരു ഷോയിൽ, പബ്ലിക് ഷോയിൽ വന്നിട്ട് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ വേണം. കൺട്രോൾ ചെയ്ത് നിൽക്കണം. പ്രൊവോക്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം വെർബൽ അബ്യൂസ് ആണെങ്കിൽ കൂടി ഇത്രയും വിഷയമില്ലായിരുന്നു. ഇത് ഇടിയാണ് വിഷയം. വെർബൽ അബ്യൂസ് ആണെങ്കിൽ പിന്നെ ഒന്ന് വാൺ ചെയ്ത് വിടുകയുള്ളൂ. ഇതങ്ങനല്ലല്ലോ. ഇത് മാരക ഇടിയെന്ന് വെച്ചാൽ മാരക ഇടി. എനിക്കൊന്ന് ഈ സൈഡ് ഇങ്ങനെ ചതഞ്ഞ് നീരിച്ച് കിടക്കുകയാണ് സിജോയുടെ. അത്രയ്ക്ക് ഫോഴ്സിലാണ് ഇടിച്ചത്. ഒരു പഞ്ചിങ് ബാഗ് കൊടുക്കുന്നത് നല്ലതായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ഇതിപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയി, ഇടിച്ചോളാൻ പറഞ്ഞു, ഇടിച്ചൊരവസ്ഥയാണ്. എന്തായാലും റോക്കി അങ്ങനെ ബിഗ് ബോസ് ഹൗസിനോട് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് വിഷമമുള്ളത് എനിക്ക് തോന്നുന്നു അർജുനും അതേപോലെ തന്നെ മുടിയനും അൻസിബയ്ക്കുമാണ്. ഇവർ 3 പേരാണ് റോക്കിയോട് ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ മുടിയനും അർജുനും നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു മാറ്റാൻ അവസരം ഉണ്ടായിരുന്നു. അതിൽ പവർ ടീമിന്
ജിൻഡോയ്ക്കൊക്കെ നല്ല സമയമുണ്ട്. ഈ അടി മൂക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് പിടിച്ച് മാറ്റിയിരുന്നെങ്കിൽ ഇടി നടക്കില്ലായിരുന്നു. ഇവർ രണ്ടുപേരെ ഒന്ന് പിടിച്ച് മാറ്റിയെന്നുണ്ടെങ്കിൽ ഇടി നടക്കില്ലായിരുന്നു. ഇവർ പിടിച്ച് മാറ്റാതെ ഫേസ് ടു ഫേസ് നിന്ന് സംസാരിച്ച സമയത്താണ് ഇടി നടന്നത്. എനിക്ക് തോന്നിയത് ഗബ്രിക്കേറ്റിൻ്റെ അടി തന്നെ ആയിരുന്നു. എന്തായാലും മാറി സിജോയ്ക്ക് കൊണ്ടു. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് സംഭവം. കാരണം സിജോ റോക്കിയെ ചതിച്ചു, ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോക്കി ഇത്രയും ദിവസം ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിച്ച് വാക്കുതർക്കമായി. അവസാനം റോക്കിയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി എന്നുള്ളതാണ്. കൺട്രോൾ പോയി, കൈ മൊത്തം ഇടി കൊടുത്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് നല്ല കാര്യം, കഴിഞ്ഞു. അങ്ങനെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി. അങ്ങനെ ഈ വട്ടവും ബിഗ് ബോസ് ഹൗസിലൊരു പൊൻതൂവൽ കൂടി. എല്ലാ സീസണും, അതായത് സീസൺ 3, സീസൺ 4, സീസൺ 6, ഈ 3 സീസണിലും പുറത്ത്, ഇതിന് മുമ്പത്തെ സീസണിൽ വേറെ ഇല്ലെന്നു. ഈ 3 സീസണാണ്. അതായത് രജിത് കുമാർ, റോബിന്, ഇപ്പോൾ റോക്കി, അങ്ങനെ 3 പേര് പുറത്തായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രമാണ് അങ്ങനെ ഫിസിക്കൽ അസാൾട്ടൊന്നും വരാതെ പുറത്താവാതിരുന്നത്. അതും അഖിലിനെ വിഷ്ണുവൊക്കെ നല്ല കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. എന്തായാലും അത് കഴിഞ്ഞു. അങ്ങനെ ഇന്ന് ടാസ്കുകളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇതായിരുന്നു ടാസ്ക്. ബിഗ് ബോസിൻ്റെ പ്രധാന ടാസ്ക് ഇതായിരുന്നു. നേരത്തെ സിജോയെ കൊണ്ട് മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയി ഡോക്ടറൊക്കെ നോക്കി. കാരണം നല്ലൊരു ഇടിയാണ് കിട്ടിയത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചെറിയ ഇടിയൊന്നും അല്ല, നല്ല കീച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. റോക്കിക്ക് അത്ര ഉള്ളായിരുന്നു. കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇല്ലാതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് റോക്കി പുറത്ത് വന്നിട്ട് ഇനി എന്താണ് റോക്കി പറയാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി എന്താണ് ഗെയിംസ് എന്നുള്ളത് നമുക്ക് നോക്കാം.